വിശുദ്ധ പൗലോസ് കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയിർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ളവയെപ്പറ്റിയല്ല, ഉന്നതത്തിലുള്ളവയെപ്പറ്റി ചിന്തിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം, അസാൻമാർഗികത, അശുദ്ധി, ആസക്തി, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. അനുസരണമില്ലാത്തവരുടെ മേൽ ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയിൽ ചരിക്കുകയും ജീവിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. കോപം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അധരങ്ങളിൽ നിന്നുള്ള അശുദ്ധവാക്കുകൾ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടെ ഉരിഞ്ഞുമാറ്റുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സ്രഷ്ടാവിൻ്റെ പ്രതിരൂപത്തിനനുസൃതം നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സ്കീഥിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധരും പ്രിയപ്പെട്ടവരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യാതിരേകം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ച പോലെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി സർവവും സമ്പൂർണതയിൽ ബന്ധിക്കുന്ന സ്നേഹം ധരിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവിൻ. എല്ലാ ജ്ഞാനത്തിലും പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവരോട് നിർദ്ദയമായി പെരുമാറരുത്. കുട്ടികളെ, എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ഇത് കർത്താവിന് പ്രീതികരമത്രേ. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷരാകും. ദാസന്മാരെ, നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുവിൻ. ഇത് മനുഷ്യപ്രീതിക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാനായി ചെയ്യുന്നതാകരുത്. കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാകണം. നിങ്ങൾ എന്തുതന്നെ ചെയ്താലും മനുഷ്യനെയല്ല, കർത്താവിനെ സേവിക്കുന്ന പോലെ പൂർണ്ണ മനസ്സോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ സേവിക്കുന്നത്. തെറ്റു ചെയ്യുന്നവന് തക്ക ശിക്ഷ ലഭിക്കും. അക്കാര്യത്തിൽ മുഖം നോട്ടമില്ല. വിശുദ്ധ പൗലോസ് കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം. യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ ഒരു യജമാനൻ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദാസരോട് നീതിയും സമഭാവനയും പുലർത്തുവിൻ. പ്രാർത്ഥനയിൽ നിലനിൽക്കുവിൻ. കൃതജ്ഞതയോടെ അതിൽ ഉണർന്നിരിക്കുവിൻ. ദൈവം വചനത്തിൻ്റെ കവാടം നിങ്ങൾക്ക് തുറന്നു തരാനും നിങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇതിനായാണല്ലോ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത്. ഞാൻ സംസാരിക്കേണ്ട വിധത്തിൽ തന്നെ വെളിപ്പെടുത്താൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പുറമേയുള്ളവരോട് നിങ്ങൾ ബുദ്ധിപൂർവം വർത്തിക്കുവിൻ. സമയം പരമാവധി പ്രയോജനപ്പെടുത്തുവിൻ. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ.
ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തിക്കിക്കോസ് നിങ്ങളെ അറിയിക്കും. അവൻ കർത്താവിൽ എൻ്റെ വത്സല സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹസേവകനുമത്രേ. അതിനുവേണ്ടി തന്നെയാണ് അവനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയച്ചത്. അതായത് ഞങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനും വേണ്ടി. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരാളും വിശ്വസ്തനും പ്രിയങ്കരനുമായ സഹോദരൻ ഒനേസിമോസ് അവരോടൊപ്പമുണ്ട്. ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അവർ നിങ്ങളെ അറിയിക്കും. എൻ്റെ കൂട്ടുതടവുകാരനായ അരിസ്താർക്കോസ് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. അപ്രകാരം തന്നെ ബർണബാസിൻ്റെ പിതൃവ്യപുത്രനായ മർക്കോസും. അവനെക്കുറിച്ച് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. അവൻ വരികയാണെങ്കിൽ നിങ്ങൾ അവനെ സ്വാഗതം ചെയ്യണം. യൂസ്തോസ് എന്ന് വിളിക്കപ്പെടുന്ന യേസൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ദൈവരാജ്യത്തിനു വേണ്ടിയുള്ള എൻ്റെ സഹപ്രവർത്തകരിൽ പരിച്ഛേദനം സ്വീകരിച്ചവർ ഈ 3 പേർ മാത്രമാണ്. ഇവർ എനിക്ക് വലിയ ആശ്വാസമായിരുന്നു. നിങ്ങളിൽ നിന്നുള്ളവനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ എപ്പഫ്രാസ് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. ദൈവതിരുമനസ്സിൽ നിങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനും പക്വമതികളായി നിലനിൽക്കുന്നതിനും വേണ്ടി അവൻ തൻ്റെ പ്രാർത്ഥനകളിൽ താത്പര്യപൂർവ്വം നിങ്ങളെ അനുസ്മരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയും ലവോദിക്യായിലും ഹീറാപ്പോളിസിലും ഉള്ളവർക്ക് വേണ്ടിയും അവൻ കഠിനമായി അധ്വാനിക്കുന്നു എന്നതിന് ഞാൻ സാക്ഷിയാണ്. നമ്മുടെ പ്രിയങ്കരനായ ഭിഷക്കുരൻ ലൂക്കായും ദേമാസും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. ലവോദോക്യായിലുള്ള സഹോദരരെയും നിംഫായെയും അവളുടെ ഭവനത്തിലെ സഭയെയും അഭിവാദനം ചെയ്യുവിൻ. ഈ കത്ത് നിങ്ങളുടെ ഇടയിൽ വായിച്ച ശേഷം ലവോദിക്യായിലുള്ള സഭയിലും വായിക്കണം. അതുപോലെ ലവോദിക്യാക്കാർക്കുള്ള കത്തും നിങ്ങൾ വായിക്കണം. കർത്താവിൽ സ്വീകരിച്ചിരിക്കുന്ന ശുശ്രൂഷ നിർവഹിക്കാൻ ശ്രമിക്കുക എന്ന് അർക്കിപ്പോസിനോട് പറയുക. പൗലോസായ ഞാൻ സ്വന്തം കൈകൊണ്ട് തന്നെ ഈ അഭിവാദനം എഴുതുന്നു. എൻ്റെ ചങ്ങലകൾ നിങ്ങൾ ഓർമ്മിക്കുവിൻ. കൃപ നിങ്ങളോടുകൂടെ.